Hi friends, today we are going to discuss about the textual questions and activities of snake and the mirror. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സ്നേക്ക് ആൻഡ് മിററിലെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം, textual questions and answers. First question, what was the topic that came up for discussion between the doctor and his doctor? ഡോക്ടറും അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സും ഡോക്ടറും അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സും തമ്മിലുള്ള ഡിസ്കഷൻ എന്തായിരുന്നു നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഡോക്ടേഴ്സും അവരുടെ ഫ്രണ്ട്സും തമ്മിലുള്ള ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ അവർ ടോപ്പിക്കിലെത്തി ആ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഡോക്ടർ എന്ത് ചെയ്ത് ഒരു ചോദ്യം ചോദിച്ചത്. നോക്കാം എന്താണ് ആൻസർ നോക്കാം. The topic that came up for discussion between the doctor and his friends was related to the snake. എന്തായിരുന്നു? റിലേറ്റഡ് ടു സ്നേക്ക് പാമ്പിനെ കുറിച്ചുള്ള ഒരു ടോപ്പിക് ആയിരുന്നു അവർ ഡിസ്കസ് ചെയ്തിരുന്നത്. The doctor asked whether anyone had a snake coiled itself around the body. ഡോക്ടർ എന്താ ചോദിച്ചത്? നിങ്ങളുടെ ബോഡിയിൽ ഏതെങ്കിലും നിങ്ങളുടെ ആരുടെയെങ്കിലും ബോഡിയിൽ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിൽ ഇങ്ങനെ സ്നേക്ക് ഇങ്ങനെ കോയിൽ ചെയ്തിട്ടുണ്ടോ, ചുറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം. അതായിരുന്നു ഡിസ്കഷൻ. ഓക്കെ, അതിൽ നിന്നാണ് അവരുടെ ഡിസ്കഷൻ, അതിൽ നിന്നാണ് ഈ സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. ഓക്കെ, then second question, what does the expression a full-blooded cobra suggested? എന്താണ് full blooded cobra suggested എന്ന് പറഞ്ഞാൽ ആ ഒരു യൂസ് ഉണ്ടല്ലോ, full blooded cobra എന്ന് പറയുന്ന ആ യൂസ്, അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? ആ ഒരു എക്സ്പ്രഷൻ ആ ഒരു വേർഡിന്റെ എക്സ്പ്രഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നാണ് ചോദിക്കുന്നത്. The expression a full-blooded cobra suggests that it was a dangerous and poisonous cobra. എന്താണ് ഫുൾ ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബോഡി ഫുള്ള് ബ്ലഡ് പറഞ്ഞാൽ എന്താണ്? അത്രയും പോയിസണും ആയിരിക്കും, അത്രയും ഡേഞ്ചറും ആയിരിക്കും. അതാണ് ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. എന്താണ്? ഇറ്റ് വാസ് എ ഡേഞ്ചറസ് ആൻഡ് പോയിസണസ് കോബ്ര. അത്രയും ഡേഞ്ചറും പോയിസണും ആയിട്ടുള്ള ഒരു കോബ്ര ആയിരുന്നു എന്നാണ്. Then the sound was familiar one. What was that sound? ഫെമിലിയർ ആയിട്ടുള്ള ഒരു സൗണ്ട് ആയിരുന്നു അത്. എന്താണ് ആ സൗണ്ട്? എന്ത് സൗണ്ട് ആയിരുന്നു ആ ഡോക്ടർക്ക് ഫെമിലിയർ ആയിട്ടുള്ളത്? It was the sound of something moving on the beams of the tile roof of the house. ടൈൽ റൂഫ് ഓഫ് ദ ഹൗസ് പറഞ്ഞാൽ എന്താ? വീടിന്റെ ഓടിന്റെ മുകളിലെ ബീം, ആ മരത്തടിയിൽ റാറ്റുകൾ മൂവ് ചെയ്യുന്ന ഒരു ശബ്ദമായിരുന്നു ആ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. നോക്കാം. The doctor thought, അതിന്റെ മുകളിൽ എന്തോ മൂവ് ചെയ്യുന്ന ശബ്ദമായിരുന്നു ഡോക്ടർ കേട്ടിട്ടുണ്ടായിരുന്നത്. The doctor thought that it was the sound of rat running across the beams. ഡോക്ടർ എന്താ ചിന്തിച്ചത്? ആ ശബ്ദം എന്താണെന്നാ ചിന്തിച്ചത്? ആ ബീൻസിന്റെ മുകളിലൂടെ, ആ റൂഫിന്റെ ബീൻസിന്റെ മുകളിലൂടെ റാറ്റുകൾ, എലികൾ എന്ത് ചെയ്യായിരുന്നു? മൂവ് ചെയ്യുമ്പോൾ, റൺ അക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദമാണെന്നാണ് ഡോക്ടർ അത് വിചാരിച്ചത്. ഓക്കെ, then fourth question, in those days I was a great admirer of beauty. ആ ദിവസങ്ങളിൽ എന്താണ്? ഞാൻ വളരെ ബ്യൂട്ടിയെ കുറിച്ച് ഭയങ്കര അഭിമാനം, എൻ്റെ ബ്യൂട്ടിയെ കുറിച്ച് എനിക്ക് ഭയങ്കര അഭിമാനവും ഞാൻ അതിനെ ഭയങ്കര ഒരു ആരാധിക്കുമായിരുന്നു. എൻ്റെ സ്വന്തം ബ്യൂട്ടിയെ ഞാൻ അത്രത്തോളം ആരാധിച്ചിരുന്ന ഒരു ടൈമായിരുന്നു അത്. Pick up phrases and expressions from the story to justify the statement. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ അത് ക്ലിയർ ചെയ്യുന്ന രീതിക്കുള്ള കുറച്ച് സെന്റൻസുകൾ ടെക്സ്റ്റ് ബുക്കിൽ ആ ചാപ്റ്ററിലുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം, ഇവിടെയാണ് കേട്ടോ ആൻസേഴ്സ് വരുന്നത്. ഏതൊക്കെയാണ് ഫ്രേസ്? ഫസ്റ്റ് ഫ്രേസ് ഏതാണ്? ലുക്ക് അറ്റ് മൈ ഫേസ് ഇൻ ദ മിറർ. മിററിൽ വന്നിട്ട് ക്ലോസ് ആയിട്ട് ഫേസ് നോക്കാറുണ്ടായിരുന്നു അദ്ദേഹം. അതെന്താണ്? അദ്ദേഹത്തിന്റെ ആ ബ്യൂട്ടി അഡ്മിയർ ചെയ്യുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. അതുപോലെ I would shave daily and grow a thin mustache to look more handsome. ഡെയിലി ഷേവ് ചെയ്തിട്ട് ഒരു കുഞ്ഞു മീശയൊക്കെ ഇങ്ങനെ മുഖത്ത് വെക്കുമ്പോൾ ഹാൻസം ആയിട്ട് ഫീൽ ചെയ്യാൻ എന്നല്ലേ. അതും എന്താണ്? അദ്ദേഹത്തിന്റെ ബ്യൂട്ടിയുടെ അഡ്മിറേഷൻ തന്നെയാണ് കേട്ടോ. Then fifth question, what are the two important and earth-shaking decisions that the doctor takes while looking into the mirror? എന്താണ്? എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എർത്ത് ഷേക്കിംഗ്, ഭൂമി കുലുക്കം പോലെ എടുക്കുന്ന ഡിസിഷൻസ് രണ്ടെണ്ണം അദ്ദേഹം കണ്ണാടിയിൽ നോക്കിയപ്പോൾ എടുത്തു. അത് ഏതൊക്കെയായിരുന്നു ആ ഡിസിഷൻസ് എന്നാണ് നോക്കാം. The two important and earth-shaking decisions that the doctor took were he would shave daily. ഏതൊക്കെയായിരുന്നു? ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങും കേട്ടോ.
ഹി വുഡ് ഡെയിലി ഷേവ് ചെയ്യുക, എന്നിട്ട് ആ മൊസ്റ്റാക്ക് ഒന്ന് കുറച്ച് വളർത്തുക എന്നുള്ളതാണ്. അത് എന്തിനായിരുന്നു? വളരെ ഭംഗിയായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ മറ്റൊന്ന് എന്തായിരുന്നു മക്കളെ? സ്മൈൽ. എന്തായിരുന്നു? ഓൾവേസ് കീപ് ഹിസ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ ഹിസ് ഫേസ് ടു ലുക്ക് മോർ ഹാൻസം, അല്ലേ? എപ്പോഴും ഫേസിൽ ആ സ്മൈല് കൊണ്ടുവരിക. എന്തായിരുന്നു? അതൊരു ഹാൻസം ആവാൻ വേണ്ടിയിട്ട്, ഭംഗിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? മുഖത്ത് എപ്പോഴും ഒരു സ്മൈല് കൊണ്ടുവരിക കേട്ടോ. അത് രണ്ടുമായിരുന്നു അദ്ദേഹം എടുത്തിരുന്ന ഡിസിഷൻസ്. ഏതൊക്കെയായിരുന്നു? വൃത്തിയായിട്ട് ഷേവ് ചെയ്ത് ഒരു കുഞ്ഞു മീശയൊക്കെ വെച്ച് ഇങ്ങനെ ഹാൻസം ആയിട്ട് നിൽക്കുക, അതുപോലെ പോയി എന്ത് ചെയ്യുക? സ്മൈല് ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹം എടുത്തിട്ടുള്ള ആ 2 ഡിസിഷൻസ്. ഓക്കെ. Then again came that noise from above. വീണ്ടും ആ ശബ്ദം മുകളിൽ നിന്നും കേട്ടു. Did the doctor pay much attention to the noise? Why? ഡോക്ടർ എന്ത് ചെയ്തിട്ടുണ്ട്? അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. അവിടെയൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്തു ഡോക്ടർ. കൊടുത്തില്ലയോ? എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചത്, അല്ലേ? മുകളിൽ നിന്ന് ആ ശബ്ദം കേട്ടപ്പോൾ ഡോക്ടർ അങ്ങോട്ട് കൂടുതൽ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് കേട്ടോ. നോ എന്നാണ് ആൻസർ, അല്ലേ? ഡോക്ടർ അങ്ങോട്ട് ആ ശബ്ദം വല്ലാണ്ട് മൈൻഡ് ചെയ്തില്ല. കാരണം the doctor did not pay much attention to the noise because he thought that it was the familiar sound of the rats running across the beam, അല്ലേ? അത് അദ്ദേഹത്തിന് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ശബ്ദമായിരുന്നു. എന്താണത്? ബീമിന്റെ മുകളിലൂടെ, ആ മുകളിലെ ഓടിന്റെ താഴെയുള്ള ബീമുണ്ടല്ലോ, മരത്തടികൾ, അതിന്റെ മുകളിലൂടെ എലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ, ക്രോസ് ചെയ്ത് ഓടുമ്പോൾ ഉണ്ടാവുന്ന ആ ശബ്ദമായിരുന്നു. അത് അദ്ദേഹത്തിന് ഫെമിലിയർ ആയതുകൊണ്ടാണ് അദ്ദേഹം മുകളിൽ നിന്നുള്ള ആ ശബ്ദം വല്ലാണ്ട് അങ്ങോട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് അറ്റൻഷൻ കൊടുക്കുന്നത്. ക്ലിയർ? Then what kind of a woman does the doctor want to marry? Why? ഏത് ടൈപ്പ് ലേഡിയെയാണ് ഡോക്ടർ മാരി ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്? എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. നോക്കാം. The doctor wants to marry a woman doctor who had a plenty of money, a good medical practice. She had to be fat. എങ്ങനെയായിരുന്നു മക്കളെ ഡോക്ടർ ആഗ്രഹിച്ചിരുന്നത്? ഒരു ലേഡി ഡോക്ടറെയാണ്, അല്ലേ? ഒരു വുമൺ ഡോക്ടറെ മാരി ചെയ്യാനാണ്. അതും എങ്ങനെ? പ്ലെന്റി ഓഫ് മണി ഉണ്ടാവണം, ഒരുപാട് സാമ്പത്തികം, ഒരുപാട് പൈസ കയ്യിലുണ്ടാവണം. അതുപോലെ എന്ത് ചെയ്യണം? നല്ല പ്രാക്ടീസ് ഉണ്ടാവണം, ഒരു ഗുഡ് മെഡിക്കൽ പ്രാക്ടീസും ഉണ്ടാവണം, നല്ലപോലെ മെഡിക്കൽ പ്രാക്ടീസും ഉണ്ടാവണം. കൂടാതെ ആള് നല്ല ഫാറ്റ് ആയിട്ടിരിക്കുമാണ്. എന്തിനാ ഫാറ്റ് ആയിട്ടിരിക്കുന്നത്? എന്തിനാന്ന് വെച്ചാൽ ആളെന്തെങ്കിലും ഒക്കെ ഒരു മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ ആൾ റണ്ണവേ ചെയ്യും. അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ ഓടി വന്ന് പിടിക്കാൻ കഴിയാതിരിക്കാനാണ് ആ ലേഡി നല്ല ഫാറ്റ് ആവണമെന്ന് പറഞ്ഞത് കേട്ടോ. ക്ലിയർ? Then 8th question, what happened when the doctor was sitting on his chair? അല്ലേ? ഡോക്ടർ ചെയറിൽ ഇരുന്നപ്പോൾ എന്താണ് മക്കളെ സംഭവിച്ചത്? നോക്കാം. When the doctor was sitting on his chair, something fell from the roof of the thund, അല്ലേ? ഒരു തണ്ട് ശബ്ദത്തോട് കൂടിയിട്ട് മുകളിൽ നിന്ന് എന്തോ വന്ന് ചാടി ഡോക്ടർ ചെയറിലിരുന്നപ്പോൾ. He saw that it was a snake. അദ്ദേഹം കണ്ടു അതൊരു സ്നേക്ക് ആണെന്ന്. The fat snake wriggled over the back of the chair and landed on his shoulder, അല്ലേ? ആ ഫാറ്റ് സ്നേക്ക് എന്താ ചെയ്ത്? റിഗിൾഡ്, ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ എഞ്ഞ് കയറി ചെയറിലൂടെ കയറിയിട്ട് അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ ചെന്നിട്ട് അങ്ങ് സെറ്റായിട്ട് അവിടെ പോയിട്ട് അങ്ങ് ഇരുന്നു. How did the doctor react when the snake landed on him? ഡോക്ടർ അദ്ദേഹത്തിന്റെ ഷോൾഡറിമോ വന്നിട്ട് സ്നേക്ക് ഇരുന്നപ്പോൾ ഡോക്ടർ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് എന്ന് നോക്കാം. ആൻസർ, when the snake landed on him, the doctor did not jump. ഡോക്ടർ എന്ത് ചെയ്തില്ല മക്കളെ? ചാടിയില്ല. And also did he tremble? അദ്ദേഹം വിറച്ചില്ല. He did not cry out also. അദ്ദേഹം ഉറക്കെ കരയുക പോലും ചെയ്തിട്ടില്ല. He sat there holding his breath like a stone image flesh, അല്ലേ? ഒരു ഇറച്ചി കഷ്ണം പോലെ, ഒരു ഇറച്ചി കഷ്ണം എങ്ങനത്തെ? കല്ല് പോലെയുള്ള ഒരു ഇറച്ചി മാംസം പോലെ അദ്ദേഹം അങ്ങനെ ഇരുന്നു, അല്ലേ? കല്ല് പോലത്തെ ഒരു മാംസത്തിന്റെ ഒരു ഇമേജ് പോലെ അദ്ദേഹം അവിടെ ഇങ്ങനെ ബ്രീത്തൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്തത്. ക്ലിയർ? Then why did the doctor sit in the chair like a stone images in the flesh? അല്ലേ? ഇതാ ഇപ്പൊ പറഞ്ഞ പോലെ കല്ല് പോലെ, അല്ലേ? ഒരു ഫ്ലഷ് മീൻസ് എന്താണ്? ഇറച്ചിയാണ്, അല്ലേ? പക്ഷെ എങ്ങനെയുള്ള ഇറച്ചിയാണ്? ഒരു പാറ പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫ്ലഷ് ആയിട്ടാണ് അയാൾ അങ്ങനെ സ്റ്റോൺ പോലെ നിന്നത് എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. നോക്കാം.
ദ ഡോക്ടർ ഡിഡ് നോട്ട് ഹാവ് ദ ടൈം ടു റിയാക്ട്. അതാണ് ഫസ്റ്റ് കാര്യം, ഡോക്ടർക്ക് റിയാക്ട് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. രണ്ടും ഒരേ ടൈമിലായിരുന്നു അല്ലേ, അദ്ദേഹം നോക്കിയതും പാമ്പ് കയറുന്നതും ഒരേ ടൈമിൽ. അദ്ദേഹത്തിന് എന്ത് ചെയ്തു, റിയാക്ട് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. സോ ദ സ്നേക്ക് സ്ലിതേർഡ് അലോങ് ഹിസ് ഷോൾഡർ ആൻഡ് കോയിൽഡ് റൗണ്ട് ഹിസ് ലെഫ്റ്റ് ആം അബോവ് ദ എൽബോ. എന്താണ് സ്ലിതേർഡ് മീൻസ് ഇങ്ങനെ ഇയഞ്ഞു കയറുക ഷോൾഡറിലൂടെ, എന്നിട്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ഹാൻഡിൽ ഇങ്ങനെ ചുറ്റി വലിഞ്ഞു കേട്ടോ. ദ ഹുഡ് വാസ് സ്പ്രെഡ് ഔട്ട്. അതിന്റെ ഹുഡ് എന്ത് ചെയ്തു, പത്തി പുറത്തോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു. ആൻഡ് ഹിസ് ഹെഡ് വാസ് ഹാർഡ്ലി 3 or 4 inches ഫ്രം ഹിസ് ഫേസ്. അല്ലെ, അദ്ദേഹത്തിന്റെ ഫേസിൽ നിന്നും ഒരു 3 or 4 inch ഗ്യാപ്പിൽ ഇങ്ങനെ എന്ത് ചെയ്തു, അത് നിന്നു. ഓക്കെ, ഹി വാസ് ഓൾസോ ഫില്ലഡ് വിത്ത് ഫിയർ. അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുള്ളൂ, ഭയങ്കര ഫിയർ കൊണ്ട് അദ്ദേഹത്തിന്റെ മൈൻഡ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കായിരുന്നു. അദ്ദേഹം ഫുള്ള് ഫിയറിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ആൻഡ് ദാറ്റ് ഹി ജസ്റ്റ് ഹാഡ് ഹോൾഡിങ് ഹിസ് ബ്രീത്ത്. അതുകൊണ്ട് എന്തായി, അദ്ദേഹം ആ പേടി കൊണ്ട് ബ്രീത്ത് പോലെ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ കല്ല് പോലെ ഇങ്ങനെ ഇരുന്നു എന്നാണ് പറയുന്നത്. Then നോക്കാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ സ്റ്റോറി ദ സ്നേക്സ് ഇസ് കമ്പയർഡ് ടു 3 objects. വാട്ട് ആർ ദേ? ഈ ഒരു സ്റ്റോറിയിൽ സ്നേക്കിനെ കമ്പയർ ചെയ്യുന്നുണ്ട് 3 വസ്തുക്കളായിട്ട്. അത് ഏതൊക്കെയാണ് മക്കളെ? റബ്ബർ ട്യൂബ്, ദെൻ ലെഡൻ റോഡ്, ഹ്യൂമൻ ബീയിങ്സ്. അല്ലേ, 3 വസ്തുക്കളായിട്ടാണ്. ഓക്കെ, ദെൻ 12th question. Why did he feel that he was a stupid doctor? ഞാൻ ഇത്ര സ്റ്റുപ്പിഡ് ഡോക്ടറാണ്, ഇത്ര ഫൂൾ ആയിട്ടുള്ള ഡോക്ടറാണെന്ന് ഡോക്ടർ ചിന്തിക്കാൻ കാരണം എന്താണെന്നാണ് ചോദിച്ചത്. He felt that he was stupid. അദ്ദേഹത്തിന് ഫീൽ ചെയ്യാണ് അദ്ദേഹം ഒരു സ്റ്റുപ്പിഡ് ആണ്. ബിക്കോസ്, കാരണം ബീങ് എ ഡോക്ടർ, ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് he never thought he of keeping some medicine at home in case of emergency like one he was facing now came up. അല്ലെ, ഇപ്പൊ അദ്ദേഹം ഫേസ് ചെയ്ത പോലെ എന്തെങ്കിലും ഒരു എമർജൻസിയോ പ്രശ്നമോ വരുമ്പോൾ ഒരു വ്യക്തി, ഒരു ഡോക്ടർ സൂക്ഷിക്കേണ്ട മെഡിസിൻസ് പോലും, അല്ലെ, ഒരു ഫസ്റ്റ് എയ്ഡ് മെഡിസിൻ പോലും, അല്ലെ, ഡോക്ടേഴ്സിന്റെ കയ്യിൽ ഉണ്ടാവേണ്ട ഒരു മെഡിസിൻ പോലും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. അല്ലെ, അദ്ദേഹം സൂക്ഷിച്ചിട്ടില്ല, അവിടെ ഒരു മെഡിസിനും അദ്ദേഹം ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു സ്റ്റുപ്പിഡ് ഫൂളിഷ് ഡോക്ടറാണെന്ന് തോന്നിയത്. ഓക്കെ, ദെൻ 13th question. I was suddenly a man of flesh and blood. എന്താണ്, പെട്ടെന്ന് കല്ല് പോലെ നിന്ന് അദ്ദേഹം പെട്ടെന്ന് വീണ്ടും ഇറച്ചിയും ബ്ലഡൊക്കെ ഉള്ള, എന്താ പറയുക, ബ്ലഡൊക്കെ ശരീരത്തിലൂടെ ഓടുന്ന ഒരു മനുഷ്യനായിട്ട് വീണ്ടും മാറി. അല്ലേ, എങ്ങനെ? വാട്ട് ഡസ് ദ ഡോക്ടർ മീൻ ബൈ ദിസ് സ്റ്റേറ്റ്മെന്റ്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഡോക്ടർ എന്താ ഉദ്ദേശിച്ചത് എന്നാണ് ചോദിച്ചത്. നോക്കാം. ദ സ്നേക്ക് സ്ലിതേർഡ് ഡൗൺ ടു ദ ടേബിൾ ആൻഡ് മൂവ്ഡ് ടുവേർഡ്സ് ദ മിറർ. അല്ലേ, സ്നേക്ക് എന്ത് ചെയ്തു മക്കളെ? സ്ലിതേർഡ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി, അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ ആദ്യം ലാപ്പിലോട്ട് ഇറങ്ങി, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്തു, ക്രപ്റ്റ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്തു, ആ മിററിന് നേരെ പോയി. അല്ലേ, ദാറ്റ് ഈസ് വെൻ ലൈഫ് റിട്ടേൺ ടു. ആ ടൈമിലാണ് അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. ഓക്കെ, ആൻഡ് ഹി വാസ് ഏബിൾ ടു തിങ്ക് ക്ലിയർലി. ആ ടൈമിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ചിന്തിക്കാൻ ഉള്ളൊരു ഇതൊക്കെ തോന്നി. അദ്ദേഹത്തിന് ജീവൻ തിരിച്ചിട്ട് പെട്ടെന്ന് ബുദ്ധിയൊക്കെ അങ്ങ് തിരിച്ചു വന്ന് കല്ലായ അദ്ദേഹം എന്തായി, വീണ്ടും മനുഷ്യനെ പോലെ ചോരയും ചിന്തിക്കാനൊക്കെ ഉള്ള കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് മാറി എന്നാണ് അതിന് ഉദ്ദേശിച്ചത്. ഓക്കെ, ദെൻ 14th question. Why did the doctor run to his friend's house? Did the snake harm to the doctor? Why? എന്തുകൊണ്ടാണ് ഡോക്ടർ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ഓടിയത്? ആ സ്നേക്ക് അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്തോ? എന്തെങ്കിലും മുറിവേൽപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? Why? എന്തുകൊണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. നോക്കാം. The doctor want to leave that place as soon as possible. എന്താണ്, എത്രയും പെട്ടെന്ന് പറ്റുന്നതിൽ എത്രയും പെട്ടെന്ന്, പോസിബിൾ as soon as possible ആണ്, എത്ര പെട്ടെന്നാണോ അത്രയും പെട്ടെന്ന്, അവിടുന്ന് കഴിയുന്നതിൽ അത്രയും പെട്ടെന്ന് അവിടെ നിന്നും പോവുക എന്നുള്ളതായിരുന്നു എന്ത്, ഡോക്ടറുടെ ആവശ്യം. അല്ലെ, മോർ ഓവർ the snake had slithered down his body. അതിന് പുറമെ എന്താണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ആ സ്നേക്ക് പോവ് ചെയ്തല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുന്ന് സോ ഹി വാണ്ട് ടു ഹാവ് എ ബാത്ത്. അദ്ദേഹത്തിന് എന്ത് ആവശ്യം ഉണ്ടായിരുന്നു? പിന്നെ അദ്ദേഹം ഈ ബോഡി ഫുള്ള് അദ്ദേഹം അവിടെ ചെന്നിട്ട് ഓയിൽ പോലത്തെ പുരട്ടിയിട്ട് അദ്ദേഹം കുളിക്കുക ചെയ്തിട്ടുള്ളത്. കാരണം എന്താണ്, ചുറ്റിയതല്ലേ. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്താ ആവശ്യം ഉണ്ടായിരുന്നു? ഹാവ് എ ബാത്ത്, ഒരു കുളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ദ സ്നേക്ക് ഡിഡ് നോട്ട് ഹാം ഹിം എനിവേ. അദ്ദേഹത്തെ സ്നേക്ക് ഒന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ. ഒരു രീതിക്കും സ്നേക്ക് അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടില്ല. Then the thief had left behind one thing as a final insult. What was the insult? അല്ലെ, ആ ഒരു തീഫ് അവസാനം എന്ത് അവസാനിപ്പിച്ചു? ഒരു ഇൻസൾട്ട്, ഒരു അപമാനം അദ്ദേഹത്തിന് ഉണ്ടാക്കി. എന്തായിരുന്നു ആ ഇൻസൾട്ട് എന്നാണ് ചോദിച്ചത്.
ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ് ഹിസ് ഡേർട്ടി വെസ്റ്റ്. എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ആ ഡേർട്ടി ആയിട്ടുള്ള മുഷിഞ്ഞ ആ വളരെ വൃത്തികെട്ടിട്ടുള്ള ആ ബനിയൻ അവിടെ ഉപേക്ഷിച്ച് പോയി എന്നുള്ളതായിരുന്നു ആ ഇൻസൾട്ട്. അതെങ്ങനെ ഇൻസൾട്ടായി മാറുന്നത് എന്നല്ലേ? ദ വെസ്റ്റ് വാസ് സോ ഡേർട്ടി ദാറ്റ് ഈവൻ ദ തീഫ് ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് ടേക്കിംഗ് ഇറ്റ്. അത്രത്തോളം ഒരു കള്ളൻ എടുത്തുകൊണ്ടാൻ ഫീൽ ചെയ്യാത്ത അത്രത്തോളം ഡേർട്ടി ആയിരുന്നു എന്ത്? ആ ഒരു വെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡോക്ടർ ഫെൽറ്റ് ഇറ്റ് ഈസ് ഇൻസൾട്ടിങ്. ഈ ഡോക്ടർക്ക് ഫീൽ ചെയ്ത് അതൊരു ഇൻസൾട്ട് ആണ് അല്ലെ? ബിക്കോസ് ഇറ്റ് അപ്പിയർഡ് ആസ് എ തീഫ് വാണ്ട് ടു ടെൽ ദ ഡോക്ടർ ദാറ്റ് ഹി ഹാഡ് ബെറ്റർ സെൻസ് ഓഫ് ക്ലീൻനെസ് ദാൻ ദ ഡോക്ടർ ഹിംസെൽഫ് അല്ലെ? അതിലൂടെ ആ കള്ളൻ എന്താണ് ഡോക്ടറോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ ചിന്തിക്കാണ്. അതിലൂടെ കള്ളൻ ഡോക്ടറോട് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഡോക്ടറേക്കാൾ ക്ലീൻനെസ് ആ കള്ളനുണ്ട് എന്നുള്ളതാണ് ആ ഡോക്ടർ ആ ഒരു ഒഴിവാക്കലിലൂടെ കള്ളൻ ഉദ്ദേശിച്ചത് എന്നാണ് ഡോക്ടർ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർക്ക് അത് ഇൻസൾട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, then let's revise activity 1 അല്ലെ? വളരെ കുറച്ച് ആക്ടിവിറ്റി ഉള്ളൂ കേട്ടോ. നോക്കാം. Pick out the sentence from the story, The Snake and the Mirror, and complete the table below. This sentence tell you about the condition of the narrator. Means അല്ലെ? അദ്ദേഹത്തിന്റെ ചില അവസ്ഥകൾ അല്ലെ? അദ്ദേഹത്തിന്റെ രണ്ട് സാഹചര്യങ്ങൾ, രണ്ട് കണ്ടീഷൻ ആണല്ലോ അല്ലെ? എന്താണ്? ആദ്യം അദ്ദേഹം വളരെ സംഭവബഹുലമായിട്ട് കണ്ണാടി മുകളിൽ നിന്നിട്ട് വേറെ ലെവല് ഗ്ലാമറും പ്രൈസൊക്കെ ചെയ്ത് ആളുടെ സെൽഫ് എസ്റ്റീമിനൊക്കെ വേറെ ലെവലിലോട്ട് കൊണ്ടുപോയി ഗ്ലാമറിനെയൊക്കെ വർണ്ണിച്ച് നിൽക്കുമായിരുന്നു അല്ലെ? അത് അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ. അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ. അതുപോലെ പാമ്പ് വന്ന് അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ കയറിയപ്പോണ്ടായിരുന്ന മറ്റൊരവസ്ഥ. ഇങ്ങനെ രണ്ട് കണ്ടീഷൻ അതിൽ കാണിക്കുന്നുണ്ട് നരേറ്ററുടെ. ആ രണ്ട് കണ്ടീഷനാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നോക്കാം ഏതൊക്കെ കണ്ടീഷൻസ് ആണ്. വാസ് അഫ്രൈഡ് ഓഫ് ദ സ്നേക്ക്. ഫസ്റ്റ് ഏതായിരുന്നു? പാമ്പിനെ പേടിയായപ്പോൾ പാമ്പിനെ പേടിച്ചതിന് ശേഷം ആ പാമ്പിനെ കണ്ടതിന് ശേഷമുള്ള ആ ഒരു അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റും. വാസ് ദ പ്രൗഡ് ഓഫ് ഹിസ് അപ്പിയറൻസ്. അതിന് മുമ്പുള്ള അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പ്രൗഡായിട്ടുള്ള അദ്ദേഹത്തിന്റെ അപ്പിയറൻസുകൾ ഉണ്ടല്ലോ, രൂപങ്ങളൊക്കെ, അതിനെ കുറിച്ചുള്ളതുമാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ബുക്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഒരു എക്സാമ്പിൾ ആണ്. ഐ വാസ് ടേൺ ടു എ സ്റ്റോൺ. എന്താണ്? പാമ്പിനെ കണ്ടപ്പോൾ എന്തായി മാറി? ഒരു കല്ല് പോലെ ആയി മാറി. ഓക്കെ, അതാണ് തന്നിട്ടുള്ളത്. അതുപോലെ അദ്ദേഹത്തിന്റെ അപ്പിയറൻസിന് പ്രൈസ് ചെയ്യുന്നത് ഏതാണ് തന്നിട്ടുള്ളത്? ഐ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സ്മൈൽ അല്ലെ? കണ്ണാടിയിൽ നോക്കിയിട്ട് വളരെ അതിന്റെ ഭംഗി ആസ്വദിച്ചിട്ട് വളരെ സ്മൈൽ ചെയ്യുക അല്ലെ? ചിരിക്കുമായിരുന്നു അല്ലെ? ഇത് രണ്ടുമാണ് തന്നിട്ടുള്ളത്. നമുക്കിതിന് കൂടുതൽ എക്സാമ്പിൾസ് ആണ് വേണ്ടത്. നോക്കാം. ഇത് ടേബിൾ ആക്കിയിട്ട് കൊടുത്തിട്ടുള്ള സെന്റൻസ് ആക്കിയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ട് ടേബിളിലോട്ടാക്കിയിട്ട് എഴുതാനാണ് കേട്ടോ. ഫസ്റ്റ് വൺ വാസ് അഫ്രൈഡ് ഓഫ് ദ സ്നേക്ക് അല്ലെ? ആദ്യ ടേബിളിൽ നോക്കാം. അഫ്രൈഡ് ഓഫ് ദ സ്നേക്ക്, പാമ്പിനെ പേടിയായപ്പോൾ അദ്ദേഹത്തിന്റെ മൊമെന്റ്സ് നോക്കാം. ഐ വാസ് ടേൺ ടു എ സ്റ്റോൺ. എന്തായി മാറി? കല്ല് പോലെയായിട്ട് അദ്ദേഹം മാറി. ദെൻ ഐ ട്രൈഡ് ഇൻ മൈ ഇമാജിനേഷൻ ടു റൈറ്റ് ദ ബ്രൈറ്റ് ലെറ്റേഴ്സ് ഔട്ട്സൈഡ് മൈ ദ ലിറ്റിൽ ഹാർട്ട് ഓഫ് ദ വേർഡ്സ് ഓഫ് ഗോഡ് അല്ലെ? അദ്ദേഹത്തിന് എന്തായി? ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ അങ്ങ് ഫുള്ള് ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയായി. അദ്ദേഹത്തിന്റെ മനസ്സിനുള്ളിൽ അദ്ദേഹം എങ്ങനെ എഴുതുകയാണ് മക്കളെ? വളരെ ബ്രൈറ്റ് ലെറ്റേഴ്സ് ആയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിനുള്ളിൽ ഓ ഗോഡ് എന്ന് എഴുതി. ഓക്കെ, ഐ സാറ്റ് ദേർ ഹോൾഡിങ് മൈ ബ്രെത്ത്. എന്ത് ചെയ്തു? ബ്രീത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് അവിടെ ഇരുന്നു. ഇത് മൂന്നുമാണ് ആ അഫ്രൈഡ് സിറ്റുവേഷനിലുള്ള അദ്ദേഹത്തിന്റെ അവസ്ഥ. ഓക്കെ, ദെൻ വാസ് പ്രൈഡ് ഓഫ് ഹിസ് അപ്പിയറൻസ്. എന്താണ്? ഇനി അദ്ദേഹത്തിന്റെ അപ്പിയറൻസ് ഉണ്ടല്ലോ, കണ്ണാടിയിൽ നോക്കിയിട്ട് തുടക്കത്തിൽ ഭയങ്കരമായിട്ട് അദ്ദേഹം പ്രൈസ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ അപ്പിയറൻസ് അല്ലെ? പുകഴ്ത്തി അങ്ങനെ പറയായിരുന്നല്ലോ അല്ലെ? അപ്പൊ ആ ഒരു അപ്പിയറൻസും അദ്ദേഹത്തിന്റെ ആ ലുക്കിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ധാരണയും അതുപോലെ ഇതില് നരേറ്റർ കൊടുത്തിട്ടുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇറ്റ് വാസ് എൻ അട്രാക്റ്റീവ് സ്മൈൽ. അദ്ദേഹം പറയാം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭംഗിയുള്ള ഒരു സ്മൈൽ അദ്ദേഹത്തിന് ഉണ്ട് അല്ലെ? ഇറ്റ് ഈസ് ആഫ്റ്റർ ഓൾ എ ബാച്ചലർ ആൻഡ് എ ഡോക്ടർ ടു ഓൺ ടോപ്പ് ഇറ്റ്. അദ്ദേഹം ഒരു ഡോക്ടറാണ്, അതുപോലെ തന്നെ എന്താണ്, അദ്ദേഹം ഒരു ബാച്ചിലർ ആണ് അല്ലെ? അദ്ദേഹത്തിന് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്മൈലും ഒരു ഹാൻസം ആയിട്ടുള്ള ഒരു ലുക്കും ആണെന്നൊക്കെയാണ് അദ്ദേഹം കരുതുന്നത് കേട്ടോ. ഐ വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മൊസ്റ്റാച്ച് ടു ലുക്ക് മോർ ഹാൻസം. അതുപോലെ എന്ത് ചെയ്യും? ഡെയിലി ഷേവ് ചെയ്തിട്ട് തിന്നായിട്ടുള്ള ഒരു പൊടിമൂശിയൊക്കെ അങ്ങനെ വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? ഒന്നും കൂടെ ഹാൻസം ആവുമെന്നാണ് കരുതുന്നത്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ മുമ്പുള്ള അപ്പിയറൻസ് ആണ്. ക്ലിയർ? Then activity 2. The story is about a frightening incident narrated in a humorous way. What makes it humorous? അല്ലെ? വളരെ ഹ്യൂമറസ് ആയിട്ടാണ് നമ്മുടെ ഈ സ്റ്റോറി അദ്ദേഹം നരേറ്റ് ചെയ്തത്. ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു ഇവന്റ് ആണെങ്കിൽ കൂടെ വളരെ ഹ്യൂമറസ് ആയിട്ടാണ് അദ്ദേഹം ഇത് നരേറ്റ് ചെയ്തിട്ടുള്ളത്. The writer has made up use of certain striking contrast in the story to bring out of humor. അതിന് അദ്ദേഹം ചെയ്തിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ
കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള വൈരുദ്ധ്യമായിട്ടുള്ള കാര്യങ്ങൾ, സെന്റൻസുകൾ, ഐ മീൻ വൈരുദ്ധ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം ഹ്യൂമറസ് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ കാര്യങ്ങൾ, ഐ മീൻ ഇപ്പം അദ്ദേഹം മാരി കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ലേഡി എങ്ങനെയായിരുന്നു? മെലിഞ്ഞിട്ട്, അതേപോലെ തന്നെ അധികം ഓടാനൊന്നും കഴിയാത്ത ഫാറ്റ് ആയിട്ടുള്ള ആളായിരുന്നു അല്ലേ. അദ്ദേഹം കഴിച്ചത് എങ്ങനെയായിരുന്നു? നേരെ തിരിച്ചായിരുന്നു. വളരെ മെലിഞ്ഞിട്ട് നല്ല ഓട്ടക്കാരിയെ പോലെയുള്ള ഒരു വ്യക്തിയായിരുന്നു അല്ലേ. അദ്ദേഹം അതുപോലെ ഹാൻഡ്സം, സ്മൈൽഡ് ഒക്കെ ആയിട്ടാണ് ഭയങ്കര സംഭവമായിട്ടാണ് കാണിച്ചത്. പക്ഷെ ഫിയർ ആയപ്പോൾ അദ്ദേഹം എങ്ങനെയായിരുന്നു? ഒരു സ്റ്റോൺ പോലെ, ഒന്നിനും കഴിയാത്തൊരു മനുഷ്യനെ പോലെയായിരുന്നു അല്ലേ. അതുപോലെ നല്ല ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ സംഭവമായി പറഞ്ഞെങ്കിലും ഒരാവശ്യത്തിന് വേണ്ടി വന്ന ഒരു മെഡിസിന് പോലും സൂക്ഷിക്കാത്ത ഒരു ഫുൾ ഡോക്ടറായിട്ടാണ് പിന്നീട് അദ്ദേഹത്തിന് നേരെ കാണിക്കുക. ഇങ്ങനെയുള്ള കോൺട്രാസ്റ്റിംഗ് യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഹ്യൂമറസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കോൺട്രാസ്റ്റിംഗ് ഏതൊക്കെയാണെന്നാണ് നോക്കാം. പിക്ക് ഔട്ട് സച്ച് എക്സ്പ്രഷൻ ഫ്രം ദി സ്റ്റോറി ആൻഡ് റൈറ്റ് ദം. നോക്കാം ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അതിൽ എ എന്ന് പറഞ്ഞിട്ട് 2 എണ്ണമുണ്ട്. അത് ഏതൊക്കെയാണ്? എ കൈൻഡ് ഓഫ് പേഴ്സൺ ദ ഡോക്ടർ വാസ്. ഡോക്ടർ എങ്ങനെയുള്ള വ്യക്തിയാണെന്നുള്ളതാണ് ആദ്യം. ഒറിജിനൽ എങ്ങനെയാണ്? പുവർ, വെരി ലോ പ്രാക്ടീസ് അല്ലെ, വളരെ ലോ പ്രാക്ടീസ് ആണ്. കയ്യിൽ 5 പൈസയില്ല, ഒരു 60 രൂപയൊക്കെ ഉള്ളൂ. വളരെ മുഷിഞ്ഞ ഇതും, അതുപോലെ ആകെ ഒരു കോട്ട് അല്ലെ, ഒരു സോളിറ്ററി ബ്ലാക്ക് കോട്ടൊക്കെ ഉള്ള ഒരു പുവർ മനുഷ്യനായിട്ടാണ് കാണിക്കുന്നത്. ദ കൈൻഡ് ഓഫ് പേഴ്സൺ ഹി വാണ്ട് ടു ബി. പക്ഷെ അദ്ദേഹം എങ്ങനെ ആവണമെന്നാണ് അദ്ദേഹം എങ്ങനെ ചിന്തിക്കുന്നത്? ഹാൻസം അല്ലെ. ഹാൻസം മീൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്നൊരർത്ഥത്തിലും, അതുപോലെ എല്ലാം കൊണ്ടും ഹാൻസം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഓക്കെ. ദെൻ ദ പേഴ്സൺ ഹി വാണ്ട് ടു മാരി. അദ്ദേഹം മാരി കഴിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തി എങ്ങനെയാണ്? ഫാറ്റ് റിച്ച് വുമൺ ഡോക്ടർ അല്ലെ. ഫാറ്റ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു വുമൺ ഡോക്ടർ. ദ പേഴ്സൺ ഹി ആക്ച്വലി മാരീഡോ, അദ്ദേഹം ശരിക്കും മാരി ചെയ്തതോ? തിൻ ആൻഡ് സ്ലണ്ടർ അല്ലെ. തിന്നായിട്ടും വളരെ സ്ലണ്ടർ ആയിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ള ഭയങ്കര ഓട്ടക്കാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. Then his thoughts when he looked into the mirror. അദ്ദേഹം കണ്ണാടിയിൽ നോക്കുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ ചിന്തകൾ. ഹാൻസം, കീപ് സ്മൈലിംഗ്, വളരെ ഹാൻസം ആണ്, കീപ് സ്മൈലിംഗ് ആണ് അല്ലെ. ലുക്ക് വേറെ ലെവൽ ലുക്കൊക്കെയാണെന്നാണ് അദ്ദേഹം കരുതുന്നത്. ഓക്കെ. ഹിസ് തോട്ട്സ് വെൻ ദ സ്നേക്ക് കോയിൽഡ് അറൗണ്ട് ഹിസ് ആം. അദ്ദേഹത്തിന്റെ കയ്യിൽ വന്നിട്ട് പാമ്പ് ചുറ്റിയപ്പോഴുള്ള അവസ്ഥയോ? ടേൺഡ് ഇൻ ടു എ സ്റ്റോൺ, ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. അദ്ദേഹം ഒരു കല്ല് പോലെ നിന്നിട്ട് ദൈവത്തിന്റെ പ്രസൻസ് ഒക്കെയാണ് അദ്ദേഹം ആ ടൈമിൽ അങ്ങ് ചിന്തിക്കുകയാണ് അല്ലെ. ദൈവത്തിന്റെ പ്രസൻസ് ഒക്കെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യാണ്. Now, based on what you have written, prepare a short paragraph on the uses of contrast story bring to the humor. അല്ലേ, നമ്മളിപ്പോൾ ഈ കാണിച്ചിട്ടുള്ള 3 പാർട്ടുകൾ ഉണ്ടല്ലോ, 3 കാര്യങ്ങൾ, അത് വെച്ചിട്ട് ഓരോന്നും വെച്ചിട്ട് ഒരു പാരഗ്രാഫ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഫസ്റ്റ് പോയിന്റ് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ അപ്പിയറൻസും കാര്യങ്ങളും വെച്ചിട്ട് കേട്ടോ. ഫസ്റ്റ് വൺ, എ കൈൻഡ് ഓഫ് പേഴ്സൺ ദ ഡോക്ടർ വാസ്. എങ്ങനെയുള്ള വ്യക്തിയാണ് ഡോക്ടർ എന്ന് വെച്ചിട്ടുള്ള പാരഗ്രാഫ് വെച്ചിട്ടാണ്, രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് വെച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. നോക്കാം. ഫസ്റ്റ് വൺ, ദ ഡോക്ടർ ഹാസ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ഹിസ് പ്രാക്ടീസ് ആൻഡ് ഹിസ് ഏർണിങ്സ് വേർ മെർഗറി. അല്ലേ, അദ്ദേഹം ഇപ്പൊ പ്രാക്ടീസ് തുടങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ തുച്ഛമായിട്ടുള്ള സമ്പാദ്യം വരുമാനമുള്ളൂ അല്ലേ. ഹി ലീവ്ഡ് ഇൻ എ സ്മോൾ റെന്റഡ് ഹോം. വളരെ ചെറിയ ഒരു റൂം വാടകയ്ക്ക് എടുത്തിട്ടാണ് താമസിക്കുന്നത്. വിച്ച് വാസ് നോട്ട് ഇലക്ട്രിസിറ്റി. അവിടെ എന്തെല്ലാം കറണ്ട് ഒന്നുമില്ല കേട്ടോ. And he had about 60 rupees in her suitcase along with some short dhotis. He also possessed one solitary black coat. His house was full of rats. അല്ലേ, അദ്ദേഹത്തിൻ്റെ സൂട്ട്കേസിൽ 60 രൂപയുണ്ട്, പിന്നെ കുറച്ച് ധോത്തീസും കുറച്ച് ഷർട്ട്സും ഒരു ബ്ലാക്ക് കോട്ടും ഉണ്ട്, കൂടാതെ അതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ എലികളും ഉണ്ട്. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് ഇത് കാണിക്കുന്നത് കേട്ടോ. ദെൻ സെക്കൻഡ്, അതിൽ വാട്ട് ഈസ് ആക്ച്വലി എങ്ങനെ അദ്ദേഹം ആവണമെന്ന് വിചാരിക്കുന്നതാണ് കേട്ടോ. ശരിക്കും ഇതെങ്ങനെയാണ്, പക്ഷെ അദ്ദേഹം വിചാരിക്കുന്നത് ദ കൈൻഡ് ഓഫ് പേഴ്സൺ ഹി വാണ്ട് ടു എങ്ങനെയാണ്, ഹി വാസ് എ ബ്യൂട്ടി മൈൻഡഡ് പേഴ്സൺ. വളരെ ബ്യൂട്ടി മൈൻഡഡ് പേഴ്സൺ, ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. ആൻഡ് ഹി ബിലീവ്ഡ് ഇൻ മേക്കിംഗ് ഹിംസെൽഫ് ഹാൻസം. അദ്ദേഹം സ്വയം വിചാരിക്കുന്നത് എന്താണ്, അദ്ദേഹം ഭയങ്കര ഹാൻസം ആണെന്നാണ് കേട്ടോ. ഹി ലേഡ് ഗ്രേറ്റ് എംഫസൈസ് ഓൺ ദ ഫാക്ട് ദാറ്റ് ഹി വാസ് എ അൺമാരീഡ് ആൻഡ് ഡോക്ടർ. അതുപോലെ അദ്ദേഹം എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യം, അദ്ദേഹം അൺമാരീഡ് ആണ്, അദ്ദേഹം ഒരു ഡോക്ടറാണ് എന്നുള്ളതാണ് കേട്ടോ. ഹി വാസ് എ പ്ലീസ്ഡ് വിത്ത് ഹിസ് അപ്പിയറൻസ്. അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസിൽ, അദ്ദേഹത്തിൻ്റെ രൂപവേഷത്തിലൊക്കെ അദ്ദേഹം ഭയങ്കര, ഫേസിലൊക്കെ അദ്ദേഹം ഭയങ്കര ഹാപ്പിയാണ് ആ രൂപത്തിൽ കേട്ടോ. ഹി ഡിസൈർ ടു ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മൊസ്റ്റാച്ച് ടു ലുക്ക് മോർ ഹാൻസം. അദ്ദേഹം എന്ത് തീരുമാനിച്ചിട്ടുണ്ട്, ഡെയിലി ഷേവ് ചെയ്യുക, ഹാൻസമായിട്ട് നിൽക്കുക, അതുപോലെ എപ്പോഴും സ്മൈലി ഫേസിൽ കൊണ്ടുവരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന് ആവശ്യം. അദ്ദേഹം ആവണമെന്ന് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെയാണ് കേട്ടോ. ദെൻ സെക്കൻഡ് വൺ,
ദ പേഴ്സൺ ഹു വാണ്ട് ടു മാരി അല്ലേ, ഇനി അദ്ദേഹം മാരി ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചും അദ്ദേഹത്തിന് കിട്ടിയതും തമ്മിലൊന്ന് കോൺട്രാസ്റ്റ് ചെയ്യാം. He want to marry a woman doctor who had a plenty of money and good medical practice അല്ലേ, നല്ല ഒരുപാട് പൈസ കയ്യിലുള്ള ഒരു നല്ല മെഡിക്കൽ പ്രാക്ടീസ്, ഒരുപാട് മെഡിക്കൽ പ്രാക്ടീസ് ഒക്കെ ഉള്ള ഒരു വുമൺ ഡോക്ടറെ മാരി ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചത്. ആൻഡ് വാണ്ട് ടു ഫാറ്റ് വൈഫ് സോ ദാറ്റ് വെനെവർ ഹി വുഡ് മേക്ക് മിസ്റ്റേക്ക് ഹിസ് വൈഫ് വുഡ് നോട്ട് ബി ഏബിൾ ടു ക്യാച്ച് ഹിം അല്ലേ, ഒരു തടിച്ചിട്ടുള്ള ഒരു ലേഡി ആവണം എന്നാണ് ആഗ്രഹിച്ചത്. കാരണം അദ്ദേഹം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി റണ്ണവേ ചെയ്യുമ്പോൾ ഈ ലേഡിക്ക് പോയിട്ട് ക്യാച്ച് ചെയ്യാൻ കഴിയരുത്, അതിനാണ് അദ്ദേഹം തടി വേണമെന്ന് ആഗ്രഹിച്ചത്. ഓക്കെ, ഇനി ദ പേഴ്സൺ ഹി ആക്ച്വലി മാരീഡ്, ഇനി അദ്ദേഹം ശരിക്കും മാരി ചെയ്തത് ആരെയാണ്? ദ വുമൺ ഹി മാരീഡ് വാസ് എ തിൻ മെലിഞ്ഞ ആൻഡ് എ സ്ലണ്ടർ പേഴ്സൺ ഹൂ കുഡ് റൺ ലൈക്ക് എ സ്പ്രിന്റ് അല്ലേ, എങ്ങനെയാണ് ഒരു ഓട്ടക്കാരനെ പോലെ ഓടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്, മെലിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം മാരി ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹിസ് തോട്ട്സ് വെൻ ഹി ലുക്ക്ഡ് ഇൻ ടു ദ മിറർ, അദ്ദേഹം മിററിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചിന്തകൾ എങ്ങനെയായിരുന്നു മക്കളെ ഒന്ന് പറഞ്ഞേ. ഹി വാസ് ഫുൾ ഓഫ് അപ്രിസിയേഷൻ ഫോർ ഹിസ് ഗുഡ് ലുക്സ് ആൻഡ് ബിലീവ്ഡ് ഇൻ മേക്കിംഗ് ഹിംസെൽഫ് ലുക്ക് ഹാൻഡ്സം അല്ലേ, അദ്ദേഹം ഭയങ്കര അപ്രിസിയേഷൻ ആയിരുന്നു, സ്വന്തം അപ്പിയറൻസിന് സ്വന്തമായിട്ട് ഇങ്ങനെ അപ്രിഷിയേറ്റ് ചെയ്തും അദ്ദേഹം ഇങ്ങനെ അനുമോദിച്ചും അദ്ദേഹം സ്വന്തമായിട്ട് അതിനെ ഇങ്ങനെ പൊക്കി പറഞ്ഞും വളരെ ഹാൻസമായിട്ടൊക്കെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, സ്വയം ഫീൽ ചെയ്യുന്നത്. ഓക്കെ, he look a close look at his face and look the earth-shaking decision he would shave daily and grow a thin mustache to even more handsome. He also desired to keep smiling as his considered smile is attractive. അതുപോലെ അദ്ദേഹം എന്താണ്, അദ്ദേഹം ഫേസൊക്കെ വളരെ അടുത്ത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹം ഭയങ്കര വലിയൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. എന്തായിരുന്നു ആ ഡിസിഷന്? അദ്ദേഹം ഷേവ് ഡെയിലി ചെയ്തിട്ട് ചെറിയൊരു മീശയൊക്കെ വളർത്തി നല്ല ഹാൻസമായിട്ട് നിൽക്കും. അതുപോലെ എന്നും അദ്ദേഹത്തിൻ്റെ മുഖത്ത് സ്മൈല് കൊണ്ടുവരും. കാരണം എന്താണ്, സ്മൈൽ ഒരു അട്രാക്ഷൻ്റെയും ഹാൻസമിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ്. അദ്ദേഹത്തിന് വളരെ അട്രാക്റ്റീവായിട്ടൊരു സ്മൈലുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം കരുതുന്നത്. ഓക്കെ, his thoughts when the snake coiled around him, അതൊക്കെ അദ്ദേഹം മുമ്പല്ലായിരുന്നു. ഇനി പാമ്പൊന്ന് അദ്ദേഹത്തെ ചുറ്റിയപ്പോൾ അദ്ദേഹത്തിന്റെ തോട്ട്സും അദ്ദേഹത്തിന്റെ കാര്യങ്ങളും എങ്ങനെയാണ് മക്കളെ? he was turned a stone, അദ്ദേഹം ഒരു കല്ലായിട്ട് മാറി. at this moment he felt the presence of God near. ആ ടൈമിൽ അദ്ദേഹത്തിന് ദൈവത്തിന്റെ പ്രസൻസ് വരെ ഫീൽ ചെയ്തു. ഫുള്ള് ദൈവത്തിന്റെ പ്രസൻസ് മാത്രമായിരുന്നു അയാളുടെ ഫീലിംഗിൽ. ആ ഹാൻഡ്സം ബ്യൂട്ടിയൊക്കെ അങ്ങ് മറന്നുപോയി കേട്ടോ. in this imagination he tried to write oh God in bright letters അല്ലേ. ആ ടൈമിൽ അദ്ദേഹം ബ്രൈറ്റ് ലെറ്റേഴ്സിൽ അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഓ ഗോഡ് എന്നൊക്കെ എഴുതി. ഓക്കെ, he felt pain his left hand but the snake was cold. He realized that if the snake struck him he did not have any medicine in his room. എന്താണ്, അദ്ദേഹത്തിന്റെ കൈ, അത് റോള് ചുറ്റിയിട്ടുള്ള കൈ എന്ത് ചെയ്തു, വേദനിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല അദ്ദേഹം ചിന്തിക്കുകയാണ്, അഥവാ ആ സ്നേക്കിനെ കടിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന് പിടിച്ച് ചെയ്യാനുള്ള ഒരു മെഡിസിൻ പോലും അദ്ദേഹത്തിന്റെ ആ റൂമിൽ ഇല്ലല്ലോ എന്ന് അദ്ദേഹം തോട്ട് ചെയ്തു. ഹി തോട്ട് ദാറ്റ് ഹി വാസ് എ പുവർ ഫൂളിഷ് ആൻഡ് സ്റ്റുപ്പിഡ് ഡോക്ടർ. അദ്ദേഹം ഒരു ഫൂളിഷ് ആയിട്ടുള്ള പാവപ്പെട്ട വിഡ്ഢിയായിട്ടുള്ള ഒരു ഡോക്ടറാണെന്ന് ആ ടൈമിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, ചിന്തിക്കുകയാണ് കേട്ടോ. ക്ലിയർ? ആ ഡിഫറൻസ് മനസ്സിലായാലും ഓരോന്നും തമ്മിൽ കോൺട്രാസ്റ്റ് ആണ് കേട്ടോ. നേരെ വൈരുദ്ധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നതും അദ്ദേഹം ചിന്തിക്കുന്നതും. ക്ലിയർ? Then activity 3. In the story, the snake didn't harm the homeopath അല്ലേ. ഈ സ്റ്റോറിയിൽ ഹോമിയോ ഡോക്ടറെ സ്നേക്ക് ഉപദ്രവിച്ചോ? ഇല്ല. തിരിച്ച് ഹോമിയോ ഡോക്ടർ സ്നേക്കിനെ ഉപദ്രവിച്ചോ? ഇല്ല. ഇത് രണ്ടും ഈ ഒരു സ്റ്റോറിയിൽ നടന്നിട്ടില്ല അല്ലേ. നോക്കാം. The homeopath didn't turn herbed, keeping Bashir's vision of nature and beings commandments അല്ലേ. ഇതിലാണ് ഈ കഥയുടെ മറ്റൊരു പാർട്ട് ചോദിക്കുന്നത്. എങ്ങനെ? ഡോക്ടറെ സ്നേക്ക് ഒന്നും ചെയ്തിട്ടില്ല, സ്നേക്കിന് ഡോക്ടറും ഒന്നും ചെയ്തിട്ടില്ല. ഇതിലെങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു വിഷൻ വരുന്നത്? നാച്ചുറുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബഷീറിന്റെ ഒരു വിഷൻ ഇതിൽ വരുന്നത് എന്താണ്? ആസ് എ ഹ്യൂമൻ ബീയിങ്സ് എന്ന നിലക്ക് അദ്ദേഹം ആ ഒരു സ്നേക്കിന് ഒന്നും ചെയ്തിട്ടില്ല. തിരിച്ച് ആ സ്നേക്ക് മനുഷ്യനെ ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്തില്ല അല്ലേ. മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യുന്നില്ല. അവരും ഒരു ഹ്യൂമൻ ബീയിങ്സ് ആണ്, നമ്മളൊരു ഹ്യൂമൻ ബീയിങ്സ് ആണ്. നമ്മളെപ്പോലെ തന്നെ അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ആ ഒരു പാമ്പിനെയും ഒന്നും ചെയ്തിട്ടില്ല അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യർ മൃഗവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തിട്ടില്ല, ഒരു ഉപദ്രവവും നടന്നിട്ടില്ല അല്ലേ. എല്ലാവരും ഈ പ്രകൃതിയുടെ മക്കളാണ്. എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് അല്ലേ. നമ്മൾ അങ്ങോട്ട് ഉപദ്രവിച്ചില്ലെങ്കിൽ പ്രകൃതിയിൽ ഒന്നും തന്നെ നമ്മളെ ഇങ്ങോട്ടും ഉപദ്രവിക്കുന്നില്ല അല്ലേ. അതുകൊണ്ട് ഈ ഒരു ആള് ആ പാമ്പിനെ അവിടുന്ന് വേണമെങ്കിൽ അയാൾക്ക് പുറത്ത് പോയിട്ട് ഒരു വടി എടുത്തിട്ട് ആ പാമ്പിനെ തല്ലി, പക്ഷെ അതൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം,
ഇനി ഇതിന്റെ മറ്റൊരു വശം നോക്കാം. എവരി അനിമൽ ഈസ് ആൻ ഹെയർ ടു ദ എർത്ത്, അല്ലെ? എല്ലാവരും ഈ ഭൂമിയുടെ മക്കൾ തന്നെയാണ്, അല്ലെ? എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ്. ജസ്റ്റ് ആസ് വി ഹ്യൂമൻ ബീങ്സ് ഹാവ് ടു റൈറ്റ് ടു ലീവ് ഓൺ ദ എർത്ത് ആൻഡ് യൂസ് ഓൾ ഇറ്റ്സ് റിസോഴ്സ്, അല്ലെ? എല്ലാ ഹ്യൂമൻ ബീങ്സിനും ഈ ഭൂമിയിൽ എല്ലാ അവകാശത്തോടും കൂടിയിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ ഇതിലുള്ള എല്ലാ റിസോഴ്സുകളും, ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാനുള്ള അവകാശം എന്തുണ്ട്? നമുക്കുണ്ട്, അല്ലെ? ഓൾ അതർ ലിവിങ് ബീങ്സ് വെദർ ബിഗ് ഓർ സ്മോൾ ഹാവ് സെയിം റൈറ്റ്. അതേ റൈറ്റ് തന്നെ ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. ഈ ഭൂമിയിൽ എല്ലാ റിസോഴ്സുകളും ആസ്വദിക്കാനും എല്ലാ അവകാശങ്ങളോട് ജീവിക്കാനും ഒരു കുഞ്ഞു പ്രാണി മുതൽ ഈ പറഞ്ഞ സസ്യങ്ങളാവട്ടെ, മരങ്ങളാവട്ടെ, ചെടികളാവട്ടെ, മൃഗങ്ങളാവട്ടെ, പക്ഷികളാവട്ടെ, എന്തുമാവട്ടെ, എല്ലാ ക്രീച്ചേഴ്സിനും ഈ ഭൂമിയിൽ നമ്മളെപ്പോലെ തന്നെ ജീവിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, a small have the same right. This philosophy is blended the നരേറ്റീവ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ, അല്ലെ? ഈ ഒരു ഫിലോസഫിയും കൂടെ ഈ നരേറ്റീവ് എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? ഈ ഒരു നമ്മുടെ ദ സ്നേക്ക് ആൻഡ് മിറർ എന്ന് പറയുന്ന സ്റ്റോറിയിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലാതെ വെറും ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു സ്നേക്കിൻ്റെയും കണ്ണാടിയുടെയും ഒരു മനുഷ്യൻ്റെയും കഥയായിട്ട് എടുക്കരുത്. ഇതൊക്കെ ചെറിയൊരു നാച്ചറും കൂടെ അങ്ങ് ബ്ലെൻഡ് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ആ ചെയ്യേണ്ടത് എന്താണ്? അത് ഇതാണ് കേട്ടോ. ഇതാണ് അതിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മെയിൻ നാച്ചുറൽ തീം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? Then അതിന്റെ ബാക്കിയാണ് the narrator never thought about the harming the snake that had fallen upon, അല്ലെ? നരേറ്റർ ഒരിക്കലും അത് അവിടെ നിന്നും വീണപ്പോൾ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? ആ സ്നേക്കിനെ ഉപദ്രവിക്കണമെന്ന് നാരേറ്റർ ചിന്തിച്ചിട്ടില്ല. ഹി ഈസ് കൺവിൻസ്ഡ് ദാറ്റ് ദ സ്നേക്ക് ഓൾസോ ഈസ് എ പാർട്ട് ഓഫ് ദ ലിവിങ് ഓർഗാനിസം. അദ്ദേഹം ഈ ഒരു ഓർഗാനിസത്തിൽ, നമ്മുടെ ഈ ഒരു സമൂഹത്തിന്റെ ഈ ഒരു ഓർഗാനിസത്തിലെ, ഈ ഭൂമിയിലുള്ള ഈ ഒരു ജീവജാലങ്ങൾ ജീവിക്കുന്ന ഈ ഒരു ഓർഗാനിസത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ആ സ്നേക്കും എന്ന് അദ്ദേഹം എന്ത് ചെയ്തു? സ്വയം കൺവിൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ടു ബി പ്രൊട്ടക്റ്റഡ്, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചു. ദിസ് വിഷൻ ഓഫ് നാച്ചർ ആൻഡ് ബീയിങ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ പ്രഷർ ഇൻ ഓൾ സ്റ്റോറീസ്, അല്ലെ? എക്സാമ്പിൾ ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റൻസ് ഓഫ് ദ എർത്ത്, അത് അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ് ആണ്. അതിലൊക്കെ അദ്ദേഹം ഈ ഒരു തീം തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ എന്താണ്? ആ ഓദറിനെ പാമ്പ് ഇങ്ങോട്ടും ഹാം ചെയ്തിട്ടില്ല, ഓദർ അങ്ങോട്ടും ഹാം ചെയ്തിട്ടില്ല. ഓദർ അതിനൊരു ഹ്യൂമൻ ബീങ്സ് പോലെ തന്നെയാണ് പരിഗണിച്ചിട്ടുള്ളത്. അതിനൊന്നും തന്നെ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? ഓദർ ചെയ്തിട്ടില്ല കേട്ടോ. അതിനും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ഓദർ അതിനെ കൊന്നിട്ടില്ല. ഇതിലെ നരേറ്റർ, ഇവിടെ നരേറ്റർ ഉദ്ദേശിച്ചത് ആരാണ്? ബഷീർ, അല്ലെ? ബഷീർ അതിന് എന്ത് ചെയ്തിട്ടില്ല? വേണമെങ്കിൽ കഥയുടെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ബഷീറിന് വേണമെങ്കിൽ ഓടിപ്പോയിട്ട് ആ വ്യക്തി അതിനെ അങ്ങനെയൊക്കെ ചെയ്യാം. റിഫ്ലക്ഷനിലോട്ട് നോക്കി നിൽക്കുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, അല്ലെ? എന്തുവരെ രണ്ടുപേരെയും ജീവിക്കാൻ വേണ്ടിയിട്ട് വിട്ടിരിക്കുകയാണ്, അല്ലെ? സോ അതാണ് ഈ ഒരു സ്റ്റോറിയിൽ നാച്ചറിനെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതാണ് ഒരു തീം. എല്ലാവർക്കും ഒരേപോലെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് കേട്ടോ. ക്ലിയർ? സോ എന്താണ്? ഒരു നാച്ചുറൽ പോയമാണ് എന്നുള്ളത് ലാസ്റ്റാണ്. ഇതിൽ ബ്ലെൻഡിങ് മനസ്സിലായെന്ന് തോന്നുന്നു. സോ നിങ്ങൾ ആ ഒരു പാർട്ട് ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് റീഡ് ചെയ്യുക കേട്ടോ. ഒരു സ്നേക്ക്, ഒരു മിറർ എന്നുള്ളതിന് അപ്പുറം നാച്ചുറലായിട്ട് ഈ ഒരു ചാപ്റ്ററിനെ കാണാൻ ശ്രമിക്കുക. പ്രകൃതിയുമായിട്ട് ഈ ചാപ്റ്ററിനുള്ള ബന്ധം ഒന്നും കൂടെ ആയത്തിൽ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് തോന്നുന്നു. ആക്ടിവിറ്റീസ് വളരെ കുറച്ചുള്ളൂ. സോ ഈ ഒരു ചാപ്റ്ററിലെ ആക്ടിവിറ്റീസും ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തു? കവർ ചെയ്ത് കഴിഞ്ഞു, അല്ലേ? നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് ലിസൺ ചെയ്ത് ക്ലാസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ട് നന്നായിട്ട് പഠിക്കുക. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം.